ബാന്ദ്ര മെയിൻ റോഡിന് സമീപമുള്ള അഗ്രഹാര ലേഔട്ടിലെ ഹരിഹരേശ്വര ക്ഷേത്രം. വെളുപ്പാങ്കാലം. ദേവ വിഗ്രഹത്തിന് മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥനാ നിമഗ്നയായി നിൽക്കുകയായിരുന്നു 25-കാരിയായ രേഖ. അവൾക്കൊപ്പം അമ്മ സരോജമ്മയും ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ലയിച്ചു ചേർന്ന നിമിഷങ്ങൾ. പെട്ടെന്നാണ് രേഖയുടെ കഴുത്തിനു നേരെ ഒരു അരിവാൾ പാഞ്ഞു വന്നത്. മൂർച്ചയേറിയ കത്തിയുടെ ചുണ്ടുകൾ ആഴത്തിൽ മുറിവേൽപ്പിച്ച നിമിഷം രേഖ ഉറക്കെ നിലവിളിച്ചു, അമ്മേ എന്ന്. തൊട്ടടുത്ത നിമിഷം അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി, താൻ ആരെ നോക്കിയാണോ വിലപിച്ചത്, ആരുടെ നേരെയാണോ സഹായത്തിനായി അപേക്ഷിച്ചത്, ആ ആൾ തന്നെയാണ് തനിക്ക് നേരെ അരിവാൾ ഉയർത്തിയിരിക്കുന്നത് എന്ന്. അതെ, സ്വന്തം അമ്മ തന്നെ. രേഖയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ ആളുകൾ കണ്ടത് രുദ്രഭാവത്തോടെ മകൾക്ക് നേരെ അരിവാൾ വീണ്ടും ഉയർത്തുന്ന സരോജമ്മയെയാണ്. ആരൊക്കെയോ ചേർന്ന് ബലമായി സരോജമ്മയെ പിടികൂടി കീഴ്പ്പെടുത്തി. അപ്പോഴേക്കും ഗുരുതരമായ വെട്ടേറ്റ് രേഖ നിലം പതിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? സ്വന്തം അമ്മ മകളെ ദേവവിഗ്രഹത്തിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്തായിരുന്നു ഇതിനു പിന്നിലെ കാരണം? സരോജമ്മയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മകളെ നരബലി നടത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അത്രേ സരോജമ്മ രേഖയെ വെട്ടിയത്. നരബലിയോ ഇക്കാലത്തോ? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അല്ലേ? പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ചരിത്രാതീത കാലം മുതൽ നിലവിലുണ്ടായിരുന്ന നരബലി ആധുനിക കാലത്തും തുടർന്നു പോരുന്നുവെന്നത് സത്യമാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന IT പ്രൊഫഷണലുകളുടെ നാടായ മെട്രോ നഗരമായ ബാംഗ്ലൂരിൽ 2025 നവംബർ 21 നടന്ന ഈ ദാരുണ സംഭവം മുതൽ അക്ഷരനഗരമായ കോട്ടയത്ത് നവംബർ മാസത്തിൽ നടന്ന നരബലി ശ്രമം വരെ ഇക്കാര്യമാണ് അടിവരയിട്ട് നമ്മോട് വിളിച്ചു പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് നരബലി എന്ന് ഒന്ന് നോക്കാം. മതചടങ്ങിന്റെ ഭാഗമായി ഒന്നോ അതിലധികമോ ആളുകളെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് നരബലി. ദേവതാ പ്രീതി മുതൽ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വരെ മനുഷ്യരെ ബലി കഴിക്കാറുണ്ട്. തന്നെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയെ കൊന്നാൽ മാത്രമേ തനിക്ക് സമ്പത്തും യശസ്സും ഉണ്ടാകൂ എന്ന തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ അടിമയാകുന്നതും മനുഷ്യരക്തവും ജീവനും എടുത്താൽ മാത്രമേ ദേവതമാർ സംപ്രീതരാകുക എന്നതുമാണ് നരബലിയെ അപഹാസ്യമാക്കുന്നത്. മനുഷ്യന്റെ അജ്ഞതയെയും അവന്റെ ആർത്തികളെയും തൃപ്തിപ്പെടുത്താനായിട്ടാണ് നരബലികൾ ഉപയോഗിക്കപ്പെടുന്നത്. ചരിത്രത്തിലുടനീളം നരബലി ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നതും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. മധ്യ അമേരിക്കയിലെ പുരാതന സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണല്ലോ മായൻ സംസ്കാരം. ക്രിസ്തുവിന് മുൻപ് 2000 മുതൽ ക്രിസ്തുവിന് ശേഷം 1500 വരെ മെക്സിക്കോ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ് എന്നീ ഭാഗങ്ങളിലായിരുന്നു മായൻ സംസ്കാരം വ്യാപിച്ചിരുന്നത്. ജ്യോതിശാസ്ത്രത്തിലും ശില്പകലയിലും ക്ഷേത്ര നിർമ്മാണത്തിലുമൊക്കെ അദ്വിതീയരായിരുന്ന മായന്മാർ ക്രൂരമായ നരബലിയിലും വിശ്വസിച്ചിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാനും അനുയോജ്യമായ കാലാവസ്ഥയ്ക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുമായുള്ള ആചാരം എന്ന നിലയിലാണ് മായന്മാർ നരബലിയെ കണ്ടിരുന്നത്. അത്യന്തം ക്രൂരമായിട്ടായിരുന്നു മായന്മാർ ബലി അർപ്പിച്ചിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ബലിമൃഗമായി മാറിയിരിക്കുന്ന മനുഷ്യനെ യാഗശാലയിൽ കിടത്തി ജീവനോടെ നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്ത് ദേവതമാർക്ക് സമർപ്പിച്ചും വ്യക്തിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം ഒഴുക്കിയും അവർ പ്രാകൃതമായ രീതിയിൽ നരബലി നടത്തിയിരുന്നു. മഴദേവതമാരെ പ്രീതിപ്പെടുത്തുന്നതിനായി പുണ്യനദികളിലും വെള്ളച്ചാട്ടങ്ങളിലും കുട്ടികളെ തള്ളിയിട്ട് ബലി കൊടുക്കുന്നതും മായൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഇതര സംസ്കാരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയും നരബലി ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. പുരാതന ഈജിപ്തിലും മെസൊപ്പൊട്ടോമിയയിലും ചൈനയിലും നരബലി വ്യാപകമായിരുന്നു. ഭരണാധികാരി മരണമടയുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അനുചരന്മാരെയും പ്രിയപ്പെട്ടവരെയും അടക്കം ചെയ്യുന്ന പതിവുമുണ്ടായിരുന്നു. ഭരണാധികാരിയെ സേവിച്ചിരുന്നവരായിരുന്നു അവരെല്ലാം. ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളിലും ചൈനയിലും പുരാതന കൊറിയയിലും നരബലി സജീവമായിരുന്നു. പുരാതന ജപ്പാനിൽ കെട്ടിടങ്ങളെ ദുരന്തത്തിൽ നിന്നോ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നോ രക്ഷിക്കുന്നതിന് കന്യകമാരെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. ഇന്ത്യയിലെയും പുരാതന ആചാരങ്ങളിലൊന്നായിരുന്നു നരബലി എന്ന് പറയുന്നത്. വനദേവതകളെ പ്രീതിപ്പെടുത്താനായി മനുഷ്യരെ കുരുതി കൊടുത്തിരുന്നുവെന്ന് പുരാവൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ പോലും നരബലിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. സമാനമായ തരംഗ ദൈർഘ്യങ്ങളുമായി ആരൊക്കെയോ എവിടെയൊക്കെയോ പൈശാചിക പ്രവൃത്തികളുമായി ഉണർന്നിരിക്കുന്നുണ്ട് എന്ന സത്യത്തിന് അടിവരയിടുന്നതാണ് തുടക്കത്തിൽ പറഞ്ഞ സംഭവം നടന്ന ദിവസങ്ങളിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ സംഭവം നടന്നത്. 6-നും 10-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടെ തലയും കാലും അടക്കമുള്ള ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. സംഭവസ്ഥലം പരിശോധിച്ച പോലീസ് നിഗമനം
ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നായിരുന്നു. കാരണം മുടി നുറുക്കി മാറ്റിയിട്ട നിലയിലും രക്തം തളിച്ച നിലയിലുമായിരുന്നു കാണപ്പെട്ടത്. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് അങ്ങനെയായിരുന്നു. ബാംഗ്ലൂരിലേതുപോലെ പരാജയപ്പെട്ടു പോയ ഒരു നരബലി ശ്രമമായിരുന്നു കോട്ടയം ജില്ലയിൽ 2025 നവംബർ ആദ്യവാരത്തിൽ അരങ്ങേറിയത്. മന്ത്രവാദിയുടെയും അയാളുടെ നിർദ്ദേശപ്രകാരം ഭർത്താവിന്റെയും ഭർതൃപിതാവിന്റെയും പീഡനങ്ങൾക്കിരയായത് ഒരു നവവധുവായിരുന്നു. 10 മണിക്കൂറോളം കൊടിയ പീഡനങ്ങളാണ് അവൾ ഏറ്റുവാങ്ങിയത്. യുവതിക്ക് ബാധ കയറിയത് എന്ന പേരിലായിരുന്നു ഭർത്താവും ഭർതൃപിതാവും മന്ത്രവാദിയും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചത്. യുവതിയുടെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റുകയും ആണി തടിയിൽ തറച്ചതോടെ മുടി പറഞ്ഞു പോവുകയും ശരീരം മുഴുവൻ പൊള്ളിക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടി ബോധരഹിതയുമായി. മാത്രവുമല്ല, നിർബന്ധപൂർവം മദ്യം നൽകുകയും ബീഡി വലിപ്പിക്കുകയും ചെയ്തു. ഈ ആഭിചാര കർമ്മങ്ങൾക്കിടയിൽ പെൺകുട്ടിക്ക് ജീവനഷ്ടം സംഭവിച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ അഹിതമായത് സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ നരബലിയുടെ പട്ടികയിൽ പുതിയൊരു ഇരയുടെ പേര് കൂടി കൂട്ടിച്ചേർക്കുമായിരുന്നു. IT നഗരമായ ബാംഗ്ലൂരിലും സാക്ഷര സംസ്ഥാനമായ കേരളത്തിലും അവികസിത സംസ്ഥാനങ്ങളായ ഹരിയാനയിലും ഒരേ വർഷം ഒരേ മാസം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നരബലി നടന്നിരിക്കുന്നത് എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യം കൂടിയാണ്. കോട്ടയത്തെ നരബലി പാളിപ്പോയി എങ്കിലും സമീപകാലത്ത് അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞ ഒരു നരബലിക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തിരുവല്ലയിലെ ഇലന്തൂരിലായിരുന്നു ആ നരബലി നടന്നത്. ആ സംഭവങ്ങൾ ഇങ്ങനെയാണ്. കടവന്ത്ര പൊന്നുരുന്നി സ്വദേശിനിയായ പത്മയ്ക്ക് ലോട്ടറി കച്ചവടമായിരുന്നു ജോലി. ഒറ്റയ്ക്കാണ് താമസം. ബന്ധുക്കൾ തമിഴ്നാട്ടിലാണ്. എങ്കിലും എല്ലാ ദിവസവും വീടുമായി ബന്ധപ്പെടാൻ പത്മ മടിച്ചിരുന്നില്ല. പക്ഷേ കുറെ നാളുകളായി പത്മയുടെ യാതൊരു വിവരവും ലഭിക്കുന്നില്ല. പത്മ വിളിക്കാറുമില്ല. പത്മയെ വിളിച്ചിട്ട് കിട്ടാറുമില്ല. ഇത് പതിവായപ്പോൾ മകന് ഉള്ളിൽ ആദി വരുത്തു. അവൻ പത്മ താമസിക്കുന്ന വീടിന്റെ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു. അമ്മയുടെ കാര്യം തിരക്കി. ആഴ്ചകളായി അമ്മ വീട്ടിൽ ഇല്ല എന്ന മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത്. തന്റെ ആശങ്കകൾ അസ്ഥാനത്തല്ലെന്ന് മകന് മനസ്സിലായി. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നെത്തി അയാൾ 2022 സെപ്റ്റംബർ 27 കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ അമ്മയെ കാണാനില്ല എന്ന പരാതി നൽകി. ഇതേ സമയം മറ്റൊരാളെ കൂടി കാണാതായിട്ടുണ്ടായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിനിയായ റോസ്ലിൻ. കാലടി മറ്റൂരിൽ പങ്കാളിക്കൊപ്പം താമസിക്കുകയായിരുന്ന റോസ്ലിനും ലോട്ടറി കച്ചവടമായിരുന്നു ജോലി. പത്മയും കാലടി കേന്ദ്രീകരിച്ചായിരുന്നു ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത്. അമ്മ റോസ്ലിനെ കാണാനില്ല എന്ന പരാതിയുമായി മകൾ സ്റ്റേഷനിലെത്തിയത് ഓഗസ്റ്റ് 17-നായിരുന്നു. എന്നാൽ പലയിടത്തും മാറി മാറി താമസിക്കുന്ന ശീലമുള്ളതിനാൽ റോസ്ലിനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യം ആയിരുന്നില്ല. പക്ഷേ പത്മത്തിന്റെ തിരോധാനം കൂടി ആയതോടുകൂടി രണ്ടും തമ്മിൽ എവിടെയോ ബന്ധമുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള കടവന്ത്ര പോലീസിന്റെ അന്വേഷണം ചെന്നു ചേർന്നത് തിരുവല്ലയിലായിരുന്നു. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇലന്തൂരിൽ. അവിടെ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. പുരോഗമനവാദികളായ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നതിനും കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ രക്തം കട്ടപിടിക്കുന്നതിനും ആ സംഭവം ഇടയാക്കി. ഇലന്തൂരിൽ നടന്നത് നരബലിയായിരുന്നു. ആധുനിക കാലത്ത് കേരളം കണ്ട ഏറ്റവും പൈശാചികമായ കൃത്യമായിരുന്നു അത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊപ്പം നിർണായകമായത് കടവന്ത്രയിലെ ലോട്ടറി കച്ചവടക്കാരായ മറ്റ് സ്ത്രീകൾ നൽകിയ മൊഴി കൂടിയാണ്. ആ മൊഴി ഷാഫി എന്ന പെരുമ്പാവൂരുകാരനെ വലയിലാക്കാൻ സഹായിച്ചു. ഷാഫിയിലൂടെ പുറത്തു വന്നത് പത്മയുടെയും റോസ്ലിന്റെയും തിരോധാനത്തിന് പിന്നിലെ രഹസ്യമായിരുന്നു. ഇരുവരും നരബലിയുടെ ഇരകളായി ഇതിനകം കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകം നടത്തിയതാകട്ടെ ആഞ്ഞിരിമൂട്ടിൽ വൈദ്യന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും. പരമ്പരാഗതമായി തിരുമൽ ചികിത്സ നടത്തി വന്നവരാണ് ഭഗവത് സിംഗിന്റെ കുടുംബം. ഒടിവും ചതവും പോലെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ദിവസവും ആളുകൾ വന്നെത്തുന്ന വീടാണ് അവരുടേത്. വൈദ്യൻ എന്നതിനു പുറമെ ഭഗവത് സിംഗ് ഒരു കവി കൂടിയാണ്. സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ്. ഇനി ഭഗവത് സിംഗിന്റെ ഒരു കവിത കൂടി നമുക്ക് കേട്ടു നോക്കാം. ഉലയൂതുന്നു പണിക്കത്തി കൂട്ടുണ്ട് കുനിഞ്ഞ തനു, ഇതിൽ തന്നെയുണ്ട് അയാളിലെ മൃഗീയതയും അസുരതയും. പക്ഷേ ഫേസ്ബുക്കിൽ കുറിച്ച ഈ വരികൾ വായിക്കുമ്പോൾ അതാരും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് മാത്രം. പരമ്പരാഗതമായി ആർജിച്ച വൈദ്യവൃത്തിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമുള്ള സാമൂഹികമായ ഇടപെടലിലൂടെയും ഒരേ സമയം പുരോഗമനവാദിയും പാരമ്പര്യവാദിയുമായി ഭഗവത് സിംഗ് പ്രദേശത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ അയാളുടെയും ഭാര്യയുടെയും മനസ്സ് നിറയെ അന്ധവിശ്വാസം ആയിരുന്നു. പണത്തോടുള്ള ആർത്തി ആയിരുന്നു. 2 സ്ത്രീകളെ നരബലി കൊടുത്താൽ കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നായിരുന്നു അയാളുടെയും ഭാര്യയുടെയും വിശ്വാസം. നിർധനരായ ഏതെങ്കിലും സ്ത്രീകളെ വശീകരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമായിരുന്നു ഏജന്റായ ഷിഹാബ് എന്ന റഷീദിന് ഉണ്ടായിരുന്നത്.
സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു റോസ്ലിനെ അയാൾ ഭഗവത് സിംഗിന്റെ അടുക്കൽ എത്തിച്ചത്. റോസ്ലിൻ തന്നെയായിരുന്നു ആദ്യത്തെ ഇര. ജൂണിൽ റോസ്ലിൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. അതിനുശേഷമുള്ള ഇരയായിരുന്നു പത്മ. ഇരുവരെയും ശിരസറുത്താണ് കൊലപ്പെടുത്തിയത്. പിന്നീട് രക്തം പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചെയ്തു. ഈ രക്തം കൊണ്ട് വീട് മുഴുവൻ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വവും ഷെഫീഖിനായിരുന്നു. 2 സ്ത്രീകളുടെ ജീവൻ എടുത്തതിനും നരബലിക്ക് സഹായം നൽകിയതിനും അയാൾക്ക് ഭഗവത് സിംഗ് നൽകിയത് 2 ലക്ഷം രൂപ ആയിരുന്നു. 2022 ഒക്ടോബർ 11 ഉച്ചയോടെ ഭഗവത് സിംഗിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീകളുടെ ശിരസറുത്ത മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഫ്രിഡ്ജിൽ മനുഷ്യമാംസം ഭക്ഷിക്കാനായി സൂക്ഷിച്ചിട്ടുമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിക്കുമോ ക്രൂരനാകുമോ എന്നെല്ലാമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ചോദ്യം. നരബലിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവയെല്ലാം മതവും വിശ്വാസവും ഭയവും പ്രകൃതിയും രാജഭക്തിയും ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടാനും രാജാക്കന്മാർക്ക് വിജയവും സമാധാനവും നേടിക്കൊടുക്കാനുമുള്ള മാർഗമായിരുന്നു നിഷ്കളങ്കരുടെ ജീവബലികൾ. അന്ധവിശ്വാസവും അനാചാരവും അജ്ഞതയും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, മനുഷ്യൻ അക്ഷരാഭ്യാസമോ അറിവോ നേടാതെ പ്രാകൃതരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നുവെന്നതിനെ നമുക്ക് സഹിഷ്ണുതയോടെ വേണമെങ്കിൽ വിലയിരുത്താം. അല്പം കൂടി കടത്തി പറഞ്ഞാൽ അജ്ഞതയുടെ കാലത്തെ തെറ്റുകളെ പ്രതി ക്ഷമിക്കുകയും ആകാം. എന്നാൽ മനുഷ്യൻ അറിവിലും ആശയങ്ങളിലും സമ്പന്നരും സാങ്കേതികതയും ശാസ്ത്രവും വികസിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും പുരോഗമന സ്വഭാവം പുറമെ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ പോലും അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നവരാണ് എന്നതാണ് ഇലന്തൂർ നരബലി പോലെയുള്ള സംഭവങ്ങളിലെ കുറ്റക്കാരുടെ ചരിത്രം നമ്മളോട് പറയുന്നത്. സാക്ഷരതയിൽ 100% നേടിയ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തിലും നരബലി നടക്കുന്നുവെന്ന് പറയുമ്പോൾ അത് പ്രബുദ്ധ കേരളത്തിന്റെ മുഖത്തേറ്റ കനത്ത ആഘാതമാണ് എന്ന് പറയാതിരിക്കാനും തരമില്ല. കേരളത്തിൽ എത്ര നരബലികൾ നടന്നിട്ടുണ്ട്? ഇലന്തൂരിന് പിന്നിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന കണക്കുകൾ ഇപ്രകാരമാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നരബലി 1955 ഏപ്രിൽ 23-നാണ് നടന്നത്. ഒരു 15-കാരനായിരുന്നു അന്ന് ഇരയായത്. മൃതദേഹം മറവ് ചെയ്യാനായി മന്ത്രവാദികളും കൂട്ടാളികളും കൂടി കൊണ്ടുപോകുമ്പോഴാണ് പോലീസ് അവരെ പിടികൂടിയതും നരബലിയുടെ വിവരം പുറത്തായതും. മന്ത്രവാദിയെയും കൂട്ടാളികളെയും നാടുകടത്തുകയാണ് അന്ന് കോടതി ചെയ്തത്. തൊട്ടടുത്ത വർഷം മറ്റൊരു നരബലിയുടെ വാർത്തയും പുറത്തു വന്നു. ഒരുപക്ഷെ അത്തരം ഒരു നരബലി ലോകത്ത് മറ്റൊരിടത്തും അതിനു മുൻപോ ശേഷമോ നടന്നിട്ടുണ്ടാവുകയില്ല. കാരണം ഗുരുവായൂരിലെ രാധ എന്ന പേരുള്ള ആനയുടെ അസുഖം ഭേദമാകാൻ വേണ്ടിയാണ് ആനപ്രേമിയായ അപ്പസ്വാമി തന്റെ സുഹൃത്തു കൂടിയായ കാശിയെ നരബലിക്ക് വിധേയമാക്കിയത്. ആന വലിയ ജീവിയായതുകൊണ്ട് മനുഷ്യനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന വിചിത്രമായ ഒരു വാദം കൂടി അയാൾ കോടതിയിൽ അന്ന് നടത്തുകയുണ്ടായി. 1981 ഡിസംബർ 17-നാണ് അടുത്ത നരബലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇടുക്കി കൊന്നത്തടിയിലായിരുന്നു സംഭവം നടന്നത്. നിധി കിട്ടാൻ വേണ്ടി ഭർത്താവും വീട്ടുകാരും ചേർന്ന് നരബലി നടത്തി വീട്ടിൽ കുഴിച്ചിട്ട ആ വീട്ടമ്മയുടെ പേര് സോഫിയ എന്നായിരുന്നു. സോഫിയയെ ബലി കൊടുത്താൽ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള നിധി ലഭിക്കും എന്നായിരുന്നു മന്ത്രവാദി സോഫിയയുടെ ഭർത്താവ് മോഹനനെയും വീട്ടുകാരെയും ധരിപ്പിച്ചിരുന്നത്. 1983-ൽ വയനാട്ടിൽ നിന്നാണ് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതൊരു നരബലി ശ്രമമായിരുന്നു. ഇര അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും പ്രതികളായ ലക്ഷ്മിയും മകനും ശിക്ഷിക്കപ്പെട്ടു. 1997 സെപ്റ്റംബറിൽ പൂർവികരെ പ്രീതിപ്പെടുത്താനായി മാതാപിതാക്കൾ നടത്തിയ ആഭിചാര കർമ്മത്തിൽ ജീവൻ നഷ്ടമായത് അശ്വിനി എന്ന 4 വയസ്സുകാരിക്കാണ്. മൂത്രനാളി മുതൽ ചുണ്ടുവരെയും ശരീരമാസകലം ചട്ടുകം പഴുപ്പിച്ചു വെച്ച് പൊള്ളിച്ചാണ് ജന്മം നൽകിയവർ തന്നെ ആ കുരുന്നിന്റെ ജീവൻ എടുത്തത്. 1970-കൾക്ക് ശേഷം ആഭിചാര കർമ്മത്തിനിടയിൽ ഏറ്റവും ക്രൂരമായി കൊല്ലപ്പെട്ട കുഞ്ഞും അശ്വിനി ആയിരുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നരബലികളിൽ കൂടുതലും ഇരകളായത് കുഞ്ഞുങ്ങൾ ആയിരുന്നു. 1973 മെയ് 29-ന് 6 വയസ്സുകാരനായ ദേവദാസൻ നരബലിക്ക് ഇരയാവുകയുണ്ടായി. അയൽവാസിയായ അഴകേശനാണ് ദേവവിഗ്രഹത്തിന് മുൻപിൽ വെച്ച് ആ 6 വയസ്സുകാരന്റെ ശിരസ് അറുത്തത്. 1983 ജൂൺ 29-ന് റഹീം എന്ന 15-കാരനെ കണ്ണും മൂക്കും കുത്തിക്കീറി ബലി കൊടുത്തത് മാതാപിതാക്കളും സഹോദരിയും ചേർന്നായിരുന്നു. 1996-ൽ 6 വയസ്സുകാരിയായ അജിതയെ തങ്ങൾക്ക് കുട്ടികൾ ജനിക്കാൻ വേണ്ടിയാണ് തുളസിയും വിക്രമനും ചേർന്ന് ബലി കൊടുത്തത്. സ്കൂൾ വിട്ട് കരുകയായിരുന്ന കുട്ടിയെ സമർത്ഥമായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മന്ത്രവാദി കുട്ടിയുടെ ദേഹത്ത് മുറിവുണ്ടാക്കി രക്തം മുഴുവൻ ഊറ്റിയെടുക്കുകയുമായിരുന്നു. മന്ത്രവാദിയുടെ പ്രായം 28 ആയിരുന്നു. രക്തം മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം അജിതയുടെ ദേഹം കുളത്തിലേക്ക് എറിഞ്ഞു. മൃതദേഹത്തിൽ കണ്ട മുറിവാണ് നരബലിയുടെ ക്രൂരത വെളിപ്പെടുത്തിയത്.
ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് അല്ലെ? സാധാരണ മാനസികാവസ്ഥയിലുള്ള നമുക്ക് ഒരു വാർത്തയായി പോലും ഇതൊന്നും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്രയും ക്രൂരത ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങേയറ്റം വൈകൃതം നിറഞ്ഞ അസ്വാഭാവികമായ മാനസിക വ്യതിയാനമുള്ള പൈശാചിക രൂപങ്ങളാണവർ. അവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. എത്രയെത്ര അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഇവിടെ ആളുകളുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നത് എന്നതാണ് ചിന്തിക്കേണ്ടത്. നരബലി നടത്തിയതിന്റെ പേരിൽ ആരെങ്കിലും സമ്പന്നരാകുകയോ ആർക്കെങ്കിലും ഭാഗ്യം വന്നതായോ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും ആളുകൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് പലരെയും കാണാതായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ, നാടുവിട്ടോ, അതോ കൊല്ലപ്പെട്ടോ? ഇനി കൊല്ലപ്പെട്ടുവെങ്കിൽ അത് എങ്ങനെയാണ്? ആ കൊലപാതകങ്ങൾ നരബലിയുടെ ഭാഗമായിരുന്നോ? ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം ഇലന്തൂരിൽ ആദ്യം കൊല്ലപ്പെട്ട റോസ്ലിന്റെ തിരോധാനത്തെക്കുറിച്ച് ആദ്യം തന്നെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോയിരുന്നുവെങ്കിൽ ഷാഫിയിൽ അത് എത്തുകയും പത്മയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യാമായിരുന്നുവെന്ന അഭിപ്രായങ്ങളാണ്. കേരളത്തിലെ ചില കൊലപാതകങ്ങളിലും തിരോധാനങ്ങളിലും നരബലിയുടെ സാധ്യത തള്ളിക്കളയാനും ആവില്ല. അതിന് മികച്ച ഉദാഹരണമാണ് 2004 ഡിസംബറിൽ ഭാരതപ്പുഴയോട് ചേർന്നുള്ള കുളത്തിൽ നിന്ന് കൈകാലുകൾ അറുത്തുമാറ്റിയ നിലയിൽ ഒരു 4 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുളത്തിന് സമീപത്തെ റെയിൽവേ ലൈനിൽ മഞ്ഞൾ കൊണ്ട് കളം വരച്ച് പൂജ നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നതാണ് നരബലിയുടെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത്. പക്ഷേ പ്രതികളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടി നാം അറിയേണ്ടതുണ്ട്. രഹസ്യമായി എവിടെയൊക്കെയോ നരബലികൾ നടക്കുന്നുണ്ട്. പാളിപ്പോയ ഏതെങ്കിലും കേസുകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നരബലി നടന്നതായ സത്യം നാം തിരിച്ചറിയുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. 2022 രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് 2 ചെറുപ്പക്കാർ ഒരു 6 വയസ്സുകാരനെ തങ്ങൾക്ക് സമ്പന്നരാകാൻ വേണ്ടി കുരുതി കൊടുത്ത് സംഭവം നടന്നത്. ബീഹാറിൽ തന്റെ മകന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി മറ്റൊരു 9 വയസ്സുകാരന് ജീവൻ സമർപ്പിക്കേണ്ടി വന്നു. 2006 ഉത്തർപ്രദേശിൽ അമ്മയും സഹോദരങ്ങളും ചേർന്ന് ഒരു കുഞ്ഞിനെ വെട്ടിനുറുക്കി കൊന്നത് തങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ 2009 മഹാരാഷ്ട്രയിലെ വിദർഭയിൽ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി 5 കുട്ടികളെയാണ് കുരുതി കൊടുത്തത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ 3000-ഓളം പേർ ആഭിചാരവും മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓരോ വർഷവും 100 കണക്കിന് നരബലികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് മാജിക്കിന്റെ പേരിലും നരബലി അരങ്ങേറുന്നുണ്ട്. കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നത് തിരുവനന്തപുരത്തെ നന്ദൻകോട് ആയിരുന്നു. 2017 ഏപ്രിൽ 9 പുലർച്ചെയായിരുന്നു 4 പേരെ കേഡൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. ഇതിൽ അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവിന്റെ ശരീരം വെട്ടുനുറുക്കി പുഴുവരിച്ച നിലയിലുമായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ ആരാധനയുടെ ഭാഗമായിട്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത്. മനുഷ്യബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചൈനീസ് ആരാധനാക്രമം കേഡൽ പിന്തുടർന്നിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ സാത്താൻ ആരാധന നടത്തിവരികയായിരുന്നുവെന്നും മന്ത്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്നും ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും കേഡൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാത്താനിക് ആരാധനയുടെ ഭാഗമായി കൊലപാതകങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവ കോടതികളിൽ തെളിയിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. 1980-കൾ മുതൽ ഇത്തരത്തിലുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വിശ്വാസം അന്ധമാകുമ്പോൾ സംഭവിക്കുന്ന ദുര്യോഗങ്ങളും പണത്തോടുള്ള മനുഷ്യരുടെ ദുരയുമാണ് നരബലി പോലെയുള്ള പൈശാചിക പ്രവൃത്തികൾക്ക് പിന്നിൽ ഉള്ളത്. മനുഷ്യരുടെ അജ്ഞതയെയും വിദ്യാഭ്യാസമില്ലായ്മയെയും ചൂഷണം ചെയ്യുന്നവരുമുണ്ട്. അതിഭൗതിക ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ഉണ്ടാകുമെന്നുമുള്ള പ്രലോഭനങ്ങളിലും ചിലർ വഴുതി വീഴാറുമുണ്ട്. ആധുനിക കാലത്ത് പോലും നരബലി നിർബാധം തുടരുന്നുവെന്നത് കേരളം പോലെയും ഇന്ത്യ പോലെയുമുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ അങ്ങേയറ്റം ലജ്ജാവഹമാണ്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ ഇനി ഈ മണ്ണിൽ ഒരു ജീവനും നഷ്ടമായി കൂടാ. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതിൽ ആദ്യത്തെ പടി. ഇക്കാര്യത്തിലാണ് മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ അന്ധവിശ്വാസ നിർമൂലന ബില്ല് കേരളത്തിന് അനുകരണീയമായ മാതൃകയായി മാറുന്നത്.
മന്ത്രവാദം, പിശാചുബാധ, തകിടുകൾ, ആകർഷണ യന്ത്രങ്ങൾ, ദിവ്യ ചികിത്സ തുടങ്ങി പ്രചാരണത്തിലുള്ള മിക്ക അന്ധവിശ്വാസങ്ങൾക്കും പ്രതിരോധം തീർക്കത്തക്ക വിധത്തിൽ 2013 ഡിസംബർ 18 മഹാരാഷ്ട്ര നിയമസഭ ഈ ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് മേൽപ്പറഞ്ഞ കുറ്റങ്ങൾക്ക് 6 മാസം മുതൽ 7 വർഷം വരെ തടവും 5000 മുതൽ 50,000 വരെ രൂപ പിഴയും ചുമത്തുന്നതാണ് ബില്ല്. നമ്മുടെ തൊട്ട് അയൽവക്കമായ കർണാടകയിലും ഈ ബില്ല് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. സാക്ഷരതയിലോ പ്രബുദ്ധതയിലോ കേരളത്തിനൊപ്പം നിൽക്കാൻ ഇനിയും ഇടം കിട്ടിയിട്ടില്ലാത്ത ബീഹാറിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പോലും ഇത്തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള നിയമപരമായ നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ഇനിയും അത്തരത്തിലുള്ള യാതൊരു നടപടികളും ആരംഭിച്ചിട്ട് പോലുമില്ല എന്നത് പുരോഗമനം നടിക്കുന്ന കേരള സംസ്ഥാനത്തിന് തികച്ചും അപമാനകരമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. ചാത്തൻ സേവയുടെയും കുട്ടിച്ചാത്തൻ മഠങ്ങളുടെയും തന്ത്ര മന്ത്ര കുതന്ത്രങ്ങളുടെയും ഏലസ് ചരടുകളുടെയും നിർബാധം തുടരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളുമായിട്ടാണ് അക്ഷരനഗരിയിൽ നിന്നും സാംസ്കാരിക നഗരിയിൽ നിന്നുമെല്ലാം പുറത്തിറങ്ങുന്ന കേരളത്തിലെ നമ്പർ 1 പദവിക്ക് വേണ്ടി മത്സരിക്കുന്ന പത്രങ്ങളെല്ലാം ഇറങ്ങുന്നത് എന്നത് കുറുന്തോട്ടിക്കും വാദം പിടിക്കുന്ന അവസ്ഥയാണ് അനാവരണം ചെയ്യുന്നത്. നിയമത്തിനൊപ്പം ശക്തമായ ബോധവൽക്കരണവും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. പണ്ടുകാലങ്ങളിൽ നടന്നിരുന്ന സതി പോലെയുള്ള ദുരാചാരങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സ്ത്രീകളെ രക്ഷിച്ചതുപോലെ നരബലിയും ആഭിചാരവും മന്ത്രവാദവും കണക്കിയുള്ള ദുരാചാരങ്ങളിൽ നിന്ന് പുതിയ തലമുറ പൂർണ്ണമായും മുക്തം ആകേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്കും അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കും നാം ഉണരാൻ ഇനിയും വൈകിക്കൂടാ. ഇത്തരക്കാരോട് അവസാനമായി ഒന്നേ പറയാനുള്ളൂ: ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിത ദുരഥിയ ദുർഗം പദസ്ഥ കവയോ വദന്തി.